നമ്മൾ ഇന്ന് ഓസ്ട്രിയയിൽ നിന്ന് സ്ലോവാക്യയുടെ ക്യാപിറ്റൽ സിറ്റിയായ ബ്രാറ്റിസ്ലാവയ്ക്ക് ബൈ റോഡ് വഴിയാണ് പോകുന്നത്. ഏകദേശം ഒരു 1 അവർ ജേർണി ഉണ്ട് ബ്രാറ്റിസ്ലാവയ്ക്ക്. അപ്പോൾ എയർപോർട്ടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ബസ് വരും. നമുക്ക് പോകാനുള്ള ബസ്സിൻ്റെ ടൈം നേരത്തെ അറിയാമെങ്കിൽ നമുക്ക് മുൻകൂട്ടി ടിക്കറ്റ് ബുക്ക് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ബസ് വന്നതിന് ശേഷം നമുക്ക് ടിക്കറ്റ് എടുത്താൽ മതി. നമ്മൾ നേരത്തെ ടിക്കറ്റൊന്നും ബുക്ക് ചെയ്തിട്ടുണ്ടായില്ല. അപ്പോൾ ബസ് വന്നതിന് ശേഷമാണ് നമ്മൾ ടിക്കറ്റ് എടുത്തത്. ടിക്കറ്റ് നമ്മൾ മുൻകൂട്ടി ബുക്ക് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് കണ്ടക്ടർ ആവശ്യമില്ല, അല്ലെങ്കിൽ ബസ് വന്നതിന് ശേഷം സ്കാനർ വെച്ചിട്ട് കയറുന്നതുകൊണ്ട് കണ്ടക്ടർ ആവശ്യമില്ല. പിന്നെ നമ്മുടെ സ്റ്റോപ്പ് നമുക്കറിയാവുന്നതുകൊണ്ട് കിളിയുടെ ആവശ്യമില്ല. ആകെ എല്ലാ പണിയും കൂടെ ഒരുമിച്ച് ചെയ്യുന്നത് ഡ്രൈവറാണ്. ഡ്രൈവർ മാത്രമേ നമ്മുടെ കൂടെ ഉണ്ടാവുള്ളൂ. ഫോറസ്റ്റ് മുഴുവൻ കാടാണല്ലോ എന്ന് ആലോചിച്ചിരുന്നപ്പോഴാണ് ഈ ഗ്രൗണ്ട് മുഴുവനും പല നിറത്തിലുള്ള എന്തൊക്കെയോ ചെടികൾ നിൽക്കുന്നുണ്ട്. പിന്നെയാണ് മനസ്സിലായത് അത് നിറച്ച് ചോളമാണെന്നുള്ളത്. നമ്മളിപ്പോൾ കാണുന്നതാണ് സ്ലോവാക്യ ഓസ്ട്രിയയുടെ ബോർഡർ. നമ്മളിവിടുന്ന് എപ്പോൾ പാസ് ചെയ്യുമ്പോഴും ചിലപ്പോൾ ചെക്കിംഗ് ഉണ്ടാവാറുണ്ട്. ഒന്നല്ലെങ്കിൽ നമ്മൾ നമ്മുടെ പാസ്പോർട്ട് കാണിക്കണം, അല്ലെങ്കിൽ ഇവിടുത്തെ കാർഡ് കാണിക്കണം. ഈ കാണുന്നതാണ് UFOയുടെ ടവർ പാലം. ടവർ നമുക്ക് കാണാൻ പറ്റില്ല. ടവർ ബസ്സിൻ്റെ ബാക്ക് സൈഡിലാണ്. പക്ഷേ ബസ് വളഞ്ഞു വന്നതിന് ശേഷം നമുക്ക് ടവർ കാണിക്കും. ഈ ടവറിനൊരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത അറിയാവുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ആ കാണുന്നതാണ് UFOയുടെ ടവർ. അതിൻ്റെ സൈഡിൽ കൂടെയാണ് നമ്മൾ വന്നത്. ഇത് നമ്മുടെ ബ്രാറ്റിസ്ലാവയിലെ ഒരു വൺ ഓഫ് ദ ഫേമസ് യൂണിവേഴ്സിറ്റിയാണ്. പേരൊന്നും അറിയത്തില്ല. അങ്ങനെ നമ്മൾ നമ്മുടെ 1 അവർ ജേർണിക്ക് ശേഷം നമ്മുടെ ലാസ്റ്റ് ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്. ഇതൊരു അണ്ടർഗ്രൗണ്ട് ബസ് സ്റ്റാൻഡാട്ടോ. അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു. നാളെ കാണാം. ബൈ.